ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാന്റെ ഡേ 20 ആയ ഇന്ന് ഒരു ചോദ്യപേപ്പർ കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ SCRTക്കും PSC ആവർത്തന ചോദ്യങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് നൽകിയൊരു ചോദ്യപേപ്പറാണ്. അപ്പോൾ എന്തായാലും വർക്കൗട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചോദ്യപേപ്പർ 2019 നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കോട്ടയം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലെ ചോദ്യപേപ്പറാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. അഡ്മിറൽ വാൻഡ്രീഡ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ്? കീഴരിയൂർ ബോംബാക്രമണം. SCRTയിലുള്ളതാണ് ഇത് രണ്ടും. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ ആണ്. അക്ബർ. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ഹോമി ജെ ഭാഭ. കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? SCRT ഫാക്ട് ആണ്. കോണ്ടിനെന്റൽ സമ്മേളനം അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഏതാണ്? എഗെയിൻ SCRT ആണ്. ആഗ്നേയ ശിലയാണ്. ആഗ്നേയ ശില. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഹർമാറ്റൺ ആണ്. ഹർമാറ്റൺ. SCRT ഫാക്ട് ആണ്. GPS എന്ന ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം SCRT ആണ്. USA ആണ്. USA. ധരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത്? ഇതും SCRT ആണ്. കോണ്ടൂർ രേഖ. കോണ്ടൂർ രേഖയാണ്. ആഗോള താപനവുമായി ബന്ധപ്പെട്ട വാതകം ഏത്? ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് വേണമായിരുന്നു. കാർബൺ, ഓക്സിജൻ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരമില്ലാത്തത് കൊണ്ട് ചോദ്യം ഡിലീറ്റ് ചെയ്തു. അടുത്ത ചോദ്യം, കോറമണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? SCRT ആണ്. കിഴക്കൻ തീരമേഖല. കിഴക്കൻ തീരമേഖല. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന ഏതാണ്? കിസാൻ മസ്ദൂർ ശക്തി സംഘടന ആണ്. കിസാൻ മസ്ദൂർ ശക്തി സംഘടന. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KS എക്സാമിന് വേണ്ടിയിട്ട് പുതിയ കാറ്റഗറി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ LP UP എക്സാമിന് വേണ്ടി ഒരു 180 ഡേ ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് April 6 സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സും അതുപോലെ അൺഅക്കാഡമി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ March 21 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു 55 ഡേയ്സ് ബാച്ച് കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് 150 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCRT മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സസ് ഉണ്ട്. അതുപോലെ 10th ലെവൽ പ്രിലിംസ്, ഡിഗ്രി പ്രിലിംസ്, KS പ്രിലിംസ് ആൻഡ് മെയിൻസ് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാം ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ അൺഅക്കാഡമിയിലെ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഈ ഏപ്രിൽ മാസം നടക്കുന്നുണ്ട്. രാത്രി 8 മണിക്കാണ്. 3, 10, 17, 24 തീയതികളിലായിട്ട് ജോയിൻ ചെയ്യാം. പ്രൈസുകൾ നേടാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് SCRT ആണ്. ഇതൊക്കെ നവംബർ 1, 2012. നവംബർ 1, 2012. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ SCRT ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം സരൺ നേഗിയാണ്. ദേശീയ മനുഷ്യാവകാശ ദിനം. ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ മാസം 10 തീയതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആര്? ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. GST നിലവിൽ വന്നത് എപ്പോഴാണ്? GST നിലവിൽ വന്നത് 2017 ജൂലൈ മാസം 1 തീയതിയാണ് GST നിലവിൽ വന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രത്യക്ഷ നികുതി ഏതാണ്? പ്രത്യക്ഷ നികുതി ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ
പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആര്? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം ഏതാണ്? നീതി ആയോഗ് ആണ്. നീതി ആയോഗ്. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3 മേഖലകൾ: പ്രാഥമികം, ദ്വിതീയം, തൃതീയം. സാഴ്സ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? സാഴ്സ് രോഗം ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകൾ എത്ര എണ്ണമാണ്? എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകൾ 42 എണ്ണം. മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷിരീതി ഏതാണ്? മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്നത് ഹൈഡ്രോപോണിക്സ് ആണ്. ഹൈഡ്രോപോണിക്സ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം ഏതാണ്? കരളാണ്. കരൾ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത്? തമിഴ്നാടാണ്. തമിഴ്നാട്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ്. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ഏത്? ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ബിസ്മത്ത് ആണ്. ബിസ്മത്ത്. അടുത്ത ചോദ്യം, കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹമാണ് സോഡിയം. സോഡിയം. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം ഏതാണ്? കൃത്രിമ മധുരം സാക്കറിൻ ആണ്. സാക്കറിൻ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആര്? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ് ആണ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് പ്രിന്റർ ആണ്. പ്രിന്റർ. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് ഏതാണ്? CPU ആണ്. CPU. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജ്. താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ലിനക്സ് ആണ്. ലിനക്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത്. ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലിക ചുമതലകൾ ആർട്ടിക്കിൾ 51A. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത്? 44ാം ഭേദഗതി. 44ാം ഭേദഗതിയാണ്. പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ്. ICC ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ 2019 നടന്നത് എവിടെ വെച്ച്? 2019 ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് നടന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ്. 2018 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഏത്? നേടിയത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. ക്രൊയേഷ്യയെ ബീറ്റ് ചെയ്തു. നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല ഏത്? നിപ്പ വൈറസ് കോഴിക്കോട് പേരാമ്പ്രയാണ് കാണപ്പെട്ടത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി ആര്? KM മാണിയാണ്. KM മാണി. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ്. കൂടിയാട്ടം. 2018 വയലാർ അവാർഡ് നേടിയ കൃതി ഏത്? വയലാർ അവാർഡ് നേടിയ കൃതി ഉഷ്ണരാശിയാണ്. ഉഷ്ണരാശി. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറാനി ട്രോഫി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ആരാണ്? ആദ്യ വനിത ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ ആണ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയേൽ ആണ്. JC ഡാനിയേൽ. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. Don't let Arun any money. I said to Kavya, he never pays his debt. The above sentences can be reported as. എങ്ങനെയാ റിപ്പോർട്ട് ചെയ്യുന്നത്? I advised Kavya
not to lend Arun any money as he never paid his debt. Okay. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക്. അപ്പോൾ സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണ്, ഹാർഡ്ലി വന്നതുകൊണ്ട് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും അല്ല. അപ്പോൾ ഡിഡ് ഹി ആണോ ഡസ് ഹി ആണോ? എവർ മേക്സ് ആണ്. മേക്സ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് മേക്ക് ആണ്. അപ്പോൾ ഡസ് ഹി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഷീ ഈസ് ആസ് ഡാഫ്റ്റ് ആസ് എ ബ്രഷ്. ദ അണ്ടർലൈൻഡ് ഇഡിയം മീൻസ് ആസ് ഡാഫ്റ്റ് ആസ് എ ബ്രഷ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെരി സ്റ്റുപ്പിഡ് എന്നുള്ളതാണ്. വെരി സ്റ്റുപ്പിഡ്. ദ ഗേൾസ് ആസ് വെൽ ആസ് ദർ ടീച്ചർ ഡാഷ് ലെഫ്റ്റ്. അപ്പൊ ആസ് വെൽ ആസ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ ജോയിൻ ചെയ്താൽ ആദ്യത്തെ സബ്ജക്റ്റിന് അനുസരിച്ച് വേണം വെർബ് എഴുതാൻ. ഉത്തരം ഏതാ വരുന്നത്? ഹാവ് ആണ് വരുന്നത്. ദ ഗേൾസ് ആണ് ഫസ്റ്റ് സബ്ജക്റ്റ്. ഗേൾസ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു. The boy like play games but hate do lessons. അപ്പോൾ പ്ലേയുടെ ഏത് ഫോമാണ്? ഡൂയിന്റെ ഏത് ഫോമാണ് വരുന്നത്? ഉത്തരം പ്ലേയിങ് ഡൂയിങ്. The boys like playing games but hate doing lessons. You have spelled it wrong. There dash be another s. ഏതാ വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ought to be another s. ഇത് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. We shall have to tow the car to the garage. ഉത്തരം ഓപ്ഷൻ ബി ആണ്. The car will have to be towed to the garage. The antonym of diligent. Diligentന്റെ ഓപ്പോസിറ്റ് എന്താണ്? Lazy എന്നുള്ളതാണ്. Lazy. അടുത്ത അണ്ടർലൈൻ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? എന്ത് ടൈപ്പിലെ വേർഡ് ആണ്? A good student works hard at her books and enjoys learning. ഇവിടെ ഹാർഡ് യൂസ് ചെയ്തിരിക്കുന്നത് ആഡ്വേർബ് ആയിട്ടാണ്. ആഡ്വേർബ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഫോളോയിങ്. കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക്. ഒരു ലിറ്റററി വർക്കിന്റെ കൺക്ലൂഡിംഗ് പാർട്ടിനെ പറയുന്ന പേരാണ് എപ്പിലോഗ്. എപ്പിലോഗ്. Notwithstanding his hard work, he didn't succeed. The above simple sentence can be converted into a compound sentence. Notwithstanding his hard work, he didn't succeed. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇതിനെ കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? He worked hard yet didn't succeed. Yet didn't succeed. അടുത്ത ചോദ്യം, The bill passed by the parliament has to obtain the president's assent ആണ്. അംഗീകാരം. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, Why didn't you say that you were short of money? If I know, I lend you some. അപ്പൊ ഏതാ ഇവിടെ കറക്റ്റ് യൂസേജ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്. ഇഫ് ഐ ഹാഡ് നോൺ, ഹാഡ് പ്ലസ് വി ത്രീ വന്നാൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ, വുഡ് ഹാവ് ലെൻഡ്. ഓക്കെ, ലെൻഡ് LENT ആണ് വി ത്രീ. അടുത്തത്, I buy a new house last year but I not sell my old house yet. So at the moment I have two houses. അപ്പം ബൈയുടെയും നോട്ട് സെല്ലിന്റെയും ഏത് ഫോം ആണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ബോട്ടും ഹാവ് നോട്ട് സോൾഡും ആണ്. ബോട്ടും ഹാവ് നോട്ട് സോൾഡും. When dash Titanic was crossing dash Atlantic, she struck an iceberg. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ വെച്ച് ഫില്ല് ചെയ്യാനാണ് ദായാണ് വരുന്നത്. The Titanic, the Atlantic. After a brief speech, the minister dashed the new statue. അപ്പോൾ ഉത്തരം വരുന്നത് അൺവീൽഡ് ആണ്. അൺവീൽഡ്, അനാച്ഛാദനം ചെയ്യുക. It is dash to go by train than by car. അപ്പോൾ ഏത് ഡിഗ്രിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി, ചീപ്പർ ആണ്. കമ്പാരിറ്റീവ് ഡിഗ്രി. It is cheaper to go by train than by car. The wedding has been dash until June. അപ്പോൾ ഫ്രേസൽ വെർബ് ആണ് യൂസ് ചെയ്യാനുള്ളത്. മാറ്റിവെച്ചു എന്നുള്ള മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? ഓപ്ഷൻ ബി, പുട്ട് ഓഫ്. പുട്ട് ഓഫ് ആണ്. If you do not comply dash the traffic regulations, you will get dash trouble dash the police. അപ്പോൾ ഏതൊക്കെ പ്രിപ്പോസിഷൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. If you do not comply with the traffic regulations, you will get into trouble with the police. The boy looked much dash. Correct spelling ആണ് relieved. RELIEVED ആണ് ഉത്തരം. ഓക്കെ, അടുത്ത 10 മലയാളം ചോദ്യങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സർവനാമം ഏതാണ്? സർവനാമം അവൾ. അവളാണ് സർവനാമം. ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ആഗമസന്ധിക്ക് ഉദാഹരണം തിരുവാതിര. വായോ യായോ ആഗമിച്ചാൽ ആഗമസന്ധി.
ശരിയായ പദം ഏത്? ഉൽപ്പതിഷ്ണു എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത്? ഓപ്ഷൻ ബി ഉത്പതിഷ്ണു. ഉത്പതിഷ്ണു. ഘാതകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഘാതകൻ എന്ന വാക്കിന്റെ അർത്ഥം ഭക്ഷിക്കുന്നവൻ എന്നാണ്. ഭക്ഷിക്കുന്നവൻ. നഖത്തിന്റെ ഘ വന്നാൽ ഭക്ഷിക്കുന്നവൻ. കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ്? കുഞ്ഞുണ്ണി ഗുരുസാഗരം എന്ന നോവലിലെ കഥാപാത്രമാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? തൃക്കോട്ടൂർ പെരുമ എന്നത് യു.എ. ഖാദറിന്റെ കൃതിയാണ്. ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് ആര്? സന്തോഷ് എച്ചിക്കാനമാണ് ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത്. അടുത്ത ചോദ്യം, ഞാൻ സഹായിക്കും എന്ന വാക്യത്തിന്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? ഞാൻ സഹായിക്കും, ഐ വിൽ അസിസ്റ്റ്. അവസാനത്തെ ചോദ്യം, ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്നതിന് അനുയോജ്യമായത് ഏതാണ്? ഉത്തരം നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. മുൻവർഷ ചോദ്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.